പോയി. പിന്നെ ഒരു ഏകദേശം 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ബലിപെരുന്നാൾ അഥവാ ബക്രീദും കഴിഞ്ഞു. ആ സമയത്ത് നമുക്ക് തത്സമയം ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല. നമ്മുടെ വേണ്ടപ്പെട്ട പലരും നമ്മളോടൊപ്പം ഇല്ല എന്നുള്ള തോന്നൽ, മരണപ്പെട്ടു പോയി എന്നുള്ള തോന്നലുകൾ കൊണ്ട് അന്നൊരു ആഘോഷമായിട്ട് ചെയ്യാൻ തോന്നില്ല. പക്ഷേ ഇപ്പോൾ അവരുമായിട്ടുള്ള ഈ മരണപ്പെട്ടു പോയവരും അല്ലാത്തവരുമായിട്ടുള്ള പ്രായമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പഴയ കാലത്ത് പെരുന്നാൾ ആഘോഷിച്ച സ്മരണകൾ പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. 1965-85 കാലഘട്ടത്തിലെ നല്ല ജ്വലിക്കുന്ന ഓർമ്മകളാണ് അന്നുണ്ടായത്. പെരുന്നാളുകൾ തമ്മിൽ തലേദിവസം തന്നെ നിലാവ് കാണുമ്പോൾ തന്നെ ഉത്സാഹമാണ്, നിലാവ് കാണാൻ തന്നെ ഉത്സാഹമാണ്. അത് കഴിഞ്ഞാൽ മൈലാഞ്ചിയുടെ അടിയിൽ നിന്ന് മൈലാഞ്ചിയുടെ ഒരിടത്തുകൊണ്ട് അരച്ച് പ്രായഭേദം എല്ലാവരും ഇടുന്നത്. പ്രായമുള്ള സ്ത്രീകളും ചെറുപ്പക്കാരെല്ലാവരും മൈലാഞ്ചി ഇടും. പിന്നെ ആൺകുട്ടികളാണെങ്കിൽ പടക്കം പൊട്ടിക്കാൻ പോലും ഒക്കെ. പിന്നെ ഈ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പെരുന്നാൾ നമസ്കാരത്തിന് പോകും. പോയി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു വാഴയിലയിൽ, നീളൻ വാഴയിലയിൽ എല്ലാവരും ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കണം, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ നമുക്ക് പല തിരക്കുകളും വന്ന് പലർക്കും ലീവ് കിട്ടാത്ത ആൾക്കാരുണ്ട്, അത്രയ്ക്കും ജോലി തിരക്കുള്ളവരുണ്ട്. അങ്ങനെ പലരും കുടുംബാംഗങ്ങൾക്ക് ഒത്തുകൂടാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു 2 വർഷം മുമ്പ്. ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടം വന്നപ്പോൾ കുറച്ചൊക്കെ അതിനൊക്കെ മാറ്റം വന്നു. എല്ലാവർക്കും വീട്ടിൽ ഒത്തുകൂടാൻ പറ്റുന്നത് പലർക്കും, മിക്കവർക്കും. അങ്ങനെ ഒരു അനുഗ്രഹം അതുകൊണ്ട് വന്നു. ഈ കൊറോണ പ്രോട്ടോക്കോൾ കാരണം നമുക്ക് പെരുന്നാൾ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു വിഷമം തന്നെയാണ്. എന്നാലും കുടുംബാംഗങ്ങളെല്ലാവരും കൂടി വീട്ടിലിരുന്നിട്ട് പെരുന്നാൾ ആഘോഷിക്കാം. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് പഴയ പെരുന്നാൾ ഒരു സ്മരണകളാണ് പങ്കുവെക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള പപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ എല്ലാം വേണമെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാം. പെരുന്നാൾ സദ്യ എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീടിൻ്റെ മറത്തിരിക്കും, കോലായിൽ. പ്രായമുള്ള സ്ത്രീകളപ്പത്തിന് വെച്ച മുറുക്കലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ തന്നെ പറയും, എടി നമുക്കൊരു പാട്ടൊക്കെ പാടാം, ഇന്ന് പെരുന്നാളല്ലേ. അതിന് മുമ്പ് അവർക്ക് താല്പര്യമില്ല, കാരണം മുമ്പ് ജോലി തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൂലിപ്പണിക്ക് പോകുന്നവരുണ്ടാവും, അല്ലാത്തവരുണ്ട്, അടുക്കളപ്പണിയുള്ളവരുണ്ടാവും. അന്നൊന്നും അവർക്കൊരു പാട്ട് പാടാൻ താല്പര്യം ഉണ്ടാവില്ല, കുട്ടികളൊക്കെ ആയിട്ട് ഒപ്പം താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ പെരുന്നാളിൻ്റെ അന്ന് സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇറയത്തൊക്കെ വളരെ ഒരുമിച്ച് കൂടി എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും, പാട്ടൊക്കെ പാടാമെന്ന് തോന്നിക്കും. അന്നൊക്കെ അവർ പാടുന്ന പറഞ്ഞാൽ ഞാൻ ഒന്ന് പറയാം. പ്രായമുള്ള സ്ത്രീകളായിരിക്കും പാട്ടിന് തുറക്കാൻ കൊടുക്കുക. അവർ പാടുന്നത് പൊന്നിലും പുന്നാരമിൽ തെളിവായ മുത്ത് മുഹമ്മദാരെ പൂരണ സകലോർക്കുമുൻ പ്രഭുവരായ മുസമ്മിലാരെ. പൊന്നിലും പുന്നാരമിൽ തെളിവായ മുത്ത് മുഹമ്മദാരെ പൂരണ സകലോർക്കുമുൻ പ്രഭുവരായ മുസമ്മിലാരെ. ഇവം പിന്നെ സിനിമകളിലൊക്കെ ഒപ്പനപ്പാട്ടുകളും മലയാളപ്പാട്ടുകളും അതൊക്കെ അവർ പാടാറുണ്ട്. കസ്തൂരി തൈലമിട്ട് മുടി മീനുക്കി മുത്തോട് മുത്ത് വെച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വളകിലുക്കി മന്ദാരക്കുളങ്ങരെ കൊളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുക്കപ്പൻ. ഇത്തരം പാട്ടുകൾ പാടും. പിന്നെ മറ്റൊരു പാട്ടാണ്, അന്നത്തെ പഴയ സിനിമയിലത്തെ ഒരു പാട്ടാണ്, കുരു മെച്ചം പെണ്ണുണ്ടോ കുഞ്ഞാലി മെച്ചം പെണ്ണുണ്ടോ സർക്ക പെണ്ണുണ്ടോ സർക്കാബീവിടെ മാരനുക്ക്. അതെ. പിന്നെ ചരിത്രപരമായ പാട്ടുകൾ പാടും. ആദ്യത്തെ പാട്ട് ചരിത്രപരമായ പാട്ടുകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പാട്ടുകളാണ്. പിന്നെ വീണ്ടും അവരുടെ ചരിത്ര പാട്ട് പാടുന്നത് ഇതാണ്, വേദാംബർ നബി തൻ്റെ പൂമകൾ ഫാത്തിമ ബീവി ഖദീജ തൻ കൺമണി ഫാത്തിമ കുട്ടിപ്പരുവത്തിൽ വീരപ്പോലിയാലെ ചിട്ടമായി കണ്ട് ഭയന്നൊരു ഫാത്തിമ. ഇത് പാടും. പിന്നെ അന്നത്തെ ഒരു പ്രസിദ്ധമായ ഗാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും കല്യാണ വീട്ടിലും മറ്റേ മതപ്രസംഗ വേദിയിലൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു പാട്ടാണ്, ഈര് ലോകം ജയമണി നബിയുള്ള തിരുമുന്നീരുദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ ബീവി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്നു തിരുതാനബിയുടെ വരവിനെ
കാണാൻ തുനിയുന്നു. ഇതിൽ ചില പാട്ടുകൾ കൈകൊട്ടിക്കളിക്ക് പറ്റിയത് അല്ലെങ്കിലും കൈകൊട്ടിക്കളിക്ക് പറ്റിയതല്ലെങ്കിലും അവർ അങ്ങനെ പാടാറുണ്ട്. പിന്നെ മഹാകവി മാപ്പിള കവി മോയിൻകുട്ടി വൈദ്യരുടെ കഥകളിലെ ഒരു പാട്ടും പാടാറുണ്ട്. പൂമകളാണ് ഹുസനുൽ ജമാ പുന്നാരത്താളം ഗന്ധദേവി, ആ പാട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പാടിയിരുന്ന പാട്ടുകൾ. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പാട്ടുകളാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കുടുംബസമേതം ഈ ഒരു ദിവസം ഈ പെരുന്നാൾ നമുക്ക് വന്നു പോയെങ്കിലും പെരുന്നാൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിലും ഇത്തരം വീഡിയോകളിൽ കൂടെ ഈ നിങ്ങൾ മുതിർന്നവരും ചെറുപ്പക്കാരും ഇടപ്രായക്കാരും എല്ലാവരും കൂടിയിട്ട് ഒരു വേദി ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള പഴയ പെരുന്നാൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ നിർത്തുകയാണ്. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുന്നത് ഈ മഹാമാരി ഉണ്ടല്ലോ, വൈറസ് രോഗം, ആ വിഷയത്തിൽ നമ്മളെല്ലാവരും സേഫാണെന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. ആരും നമ്മൾ മുൻകരുതലുകളെ പറ്റിയിട്ട് പല ഡോക്ടർമാരും പല നഴ്സുമാരും ഹെൽത്ത് അതോറിറ്റിക്കാരും പറയുന്നത് യൂട്യൂബിലും എല്ലാം ഇപ്പോൾ കിട്ടാൻ എളുപ്പമുള്ളൂ. അതെല്ലാം പറയുന്നുണ്ട്. ഇൻഫർമേഷൻ നല്ല സാധ്യതയുള്ള സമയമാണല്ലോ. അപ്പോൾ അതിൽ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം.